ദാനിയേൽ എഴുതിയ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രസംഗത്തിന്റെ മാറ്റൊലി ഈ നിമിഷങ്ങളിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം ചെയ്യാൻ ഈശോയ്ക്ക് ഈ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലി തരാനോ വീട് തരാനോ സാമ്പത്തിക മേഖലകൾ ശക്തിപ്പെടുത്താനോ ഈശോയ്ക്ക് ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പഴയ നിയമജനതയ്ക്ക് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ പഴയ നിയമജനതയ്ക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ അവന്റെ വരവോടുകൂടി അവന്റെ മരണത്തോടുകൂടി മാത്രം കിട്ടിയതുമായ വളരെ ചുരുക്കം അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ തിരുശരീരവും തിരുരക്തവും. നിങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞു, വീട് വേണമെന്ന് പറഞ്ഞു, മക്കളെ വേണമെന്ന് പറഞ്ഞു, മക്കൾക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞു, മക്കൾക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞു, ഇതിനൊന്നിനും കർത്താവിന് ഒരു വിരോധവുമില്ല. ഇതെല്ലാം കർത്താവ് നിങ്ങൾക്ക് സന്തോഷത്തോടെയാണ് ചെയ്തു തരുന്നത്. ഇതിനിടയിൽ ഒരു പ്രശ്നമുണ്ട്. നാം എന്താണ് കർത്താവിനോട് ചോദിക്കുന്നത്? കർത്താവ് ശരീരത്തിൽ സഹിക്കാത്ത വേദനയാണ് നാം കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവ് ശരീരത്തിൽ സഹിച്ച് വിലപ്പെട്ടതായ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. കാലിത്തോട്ടിൽ ഈശോ പിറന്നു വീഴുന്നത് കുർബാനയാവാനാണ്. 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണിയെടുത്ത് ജീവിച്ചത് കുർബാനയാവാനാണ്. ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യപാനിയെന്നും പേര് ചേർത്തപ്പെട്ടത് കുർബാനയാവാനാണ്. കുരിശിന് കീഴിൽ പെറ്റുതള്ള ചങ്ക് പട്ടിക്കറിഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. തന്റെ മുഖത്ത് കാർത്തുപ്പുന്ന അനുഭവം ഏറ്റെടുത്തത് കുർബാനയാവാനാണ്. ഒടുവിൽ പ്രാണവേദനയോടെ അപ്പ നീയും എന്നെ കൈവിട്ടു, അപ്പ നിന്റെ കയ്യിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കുർബാനയാവാനാണ്. തന്റെ ശരീരം കീറി മുറിക്കുന്നതിന്റെ തലേ രാത്രി തന്റെ പൊന്നോമനകാല ശിഷ്യന്മാരോട് ഈശോ ഇങ്ങനെ പറഞ്ഞു: എന്റെ പൊന്നു മക്കളെ, എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും, എന്റെ രക്തം നാളെ കാൽവരിയിൽ കൂടെ ഒഴുക്കപ്പെടും. എന്റെ ശരീരമാണ് ഈ അപ്പം, എന്റെ രക്തമാണ് ഈ വീഞ്ഞ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ പാനം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണ്ട. നമുക്ക് പണം മതി, നമുക്ക് വീട് മതി, നമുക്ക് മക്കളെ മതി. ഈശോന് വേണ്ട, ഈശോന് തിരുശരീരം വേണ്ട, ഈശോന് തിരു രക്തം വേണ്ട. മരണവേദന അനുഭവിച്ച് ഈശോ ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അൾത്താരയുടെ മുമ്പിൽ വെച്ച് വിളമ്പുമ്പോൾ നമുക്ക് കവലയിൽ നിന്നാൽ മതി, നമുക്ക് മൊബൈലും വാട്സപ്പൊക്കെ നോക്കി നിന്നാൽ മതി. ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റിന് താഴ്ത്തി കെട്ടരുത്, അത് വേണ്ടാന്ന് പറയരുത്. Abusing the gift is the abusing the giver. സമ്മാനം നിന്ദിക്കുന്നത് സമ്മാനം നൽകുന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഈശോന് വേണ്ടാലേ, നമ്മുടെ മക്കൾക്ക് ഈശോന് വേണ്ടാലേ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഈശോന് വേണ്ടാലേ. വേണം ഒരു തിരിച്ചുപോക്ക്. കാൽവരിയിലെ ഈശോയെ കണ്ടെത്താൻ, ഗത്സമനിലെ ഈശോയെ കണ്ടെത്താൻ, എനിക്കായി വേദന അനുഭവിച്ച ഈശോയെ കണ്ടെത്താൻ, അവന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ഒരുക്കത്തോടെ സ്വീകരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.